കണ്ണൂരിലേക്കൊന്ന് പോകാം. കണ്ണൂരിൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പ്രകടനമാണ് നടക്കുക. മലപ്പുറം പരാമർശത്തിലും കൂടിയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ഇന്നലെ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കണ്ണൂരിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു. കണ്ണൂരിൽ ക്രിമിനൽ പോലീസ് രാജിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പ്രകടനം. കണ്ണൂരിലെ കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് എന്നാണ് മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ADGP പുറത്താക്കണം എന്നാണ് ആവശ്യം. ക്രിമിനൽ രാജിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും ക്രിമിനൽ രാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നത്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അർജുൻ കല്യാട് നമുക്ക് പങ്കുചേരുന്നു. അർജുൻ കല്യാട്, കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്കാണോ ഈ മാർച്ച്? ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. വലിയൊരു ആൾക്കൂട്ടമുണ്ടോ ഈ പ്രതിഷേധത്തിൽ? യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചത്. 3 റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് വെച്ച് ഈ മാർച്ചിനെ പോലീസ് ഈ SP ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ തടഞ്ഞിരുന്നു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ദ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന മലപ്പുറത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില RSS ബന്ധം ADGPയെ സംരക്ഷിക്കുന്ന ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചാണ്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പം ശാന്തമായിട്ടുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെന്നും മനസ്സിലാക്കുന്നു. പോലീസിലെ ക്രിമിനൽ രാജ് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. അർജുൻ കല്യാട് തുടരുന്നു. അർജുൻ കല്യാട് തുടരാം. അരുണെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ക്രിമിനൽ രാജ് കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന മലപ്പുറത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ, ADGP RSS കൂടിക്കാഴ്ചയെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. ആ മാർച്ചിലാണ് ഇപ്പോൾ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ SP ഓഫീസിന്റെ മുന്നിൽ തന്നെയുള്ള റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടന്നതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായാലും സംസ്ഥാനത്ത് എല്ലായിടത്തും ഇന്നലെ തന്നെ വിവിധ ജില്ലകളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലും വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമരങ്ങളുടെ തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ണൂർ SP ഓഫീസിന് മുന്നിലും വലിയ തോതിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പോലീസ് പ്രവർത്തകരും നമ്മളിപ്പോൾ വാക്കേറ്റം ഉണ്ടാകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്നാൽ അതിനെ ഇപ്പോൾ പ്രവർത്തകർ ചെറുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോലീസ് അവിടത്തേക്ക് എത്തുകയും ഈ പ്രവർത്തകരെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യും. ഇപ്പോൾ ഈ മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കൂടി കടക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു സമരമാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ ഉയർന്നു വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂരിലെ കമ്മീഷൻ ഓഫീസിലേക്കും സമാന്തരമായിട്ടുള്ള ഒരു മാർച്ച് നടക്കുകയും ചെയ്യുന്നത്. പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തന്നെ തടിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. എന്നാൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് പ്രവർത്തകരുമായി സംസാരിക്കുന്ന പ്രയോഗിക്കുന്നു അല്ലേ അർജുൻ കല്യാൺ? 4ാമത്തെ തവണയാണ് ജലപീരങ്കി ഉപയോഗിക്കുന്നത്. കണ്ണൂരിലാണ്, കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതും ഉന്തും തള്ളും ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ശ്രമമാണ് ഇപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഒരു വാക്കേറ്റത്തേക്കും ഒരു പരസ്പരമുള്ള കയ്യാങ്കളിയിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുന്നു. ഒരുപക്ഷെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി തിരിഞ്ഞു സാഹചര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. എന്തായാലും
200ഓളം തന്നെ പ്രവർത്തകരാണ് ഈ മാർച്ചിന്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അതിനിടയിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റുവെന്നുള്ള ആക്ഷേപം കൂടി യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഉയർത്തുന്നുണ്ട്. പോലീസ് അകാരണമായി ഈ മാർച്ച് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്ന് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ കൂടി പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പരസ്പരം പോലീസും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ, അർജുൻ കല്യാട് കയ്യാകളിയിലേക്കുമൊക്കെ കലാശിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അതെ, ചെറിയ വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത്. ഇത് അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ചെറിയ സംഘർഷാവസ്ഥ ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നു. കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ്. ക്രിമിനൽ രാജ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. ചെറിയ ഒരു സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് വളരെ വേഗം ആ ദൃശ്യങ്ങളിലേക്കും മടങ്ങി വരാം.